എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ പ്രവാസി സുഹൃത്തുക്കളും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ വീഡിയോ ചാത്തന്നൂർ, തിരുമുക്ക്, കൊട്ടിയം, മേവറം വരെയുള്ള പ്രധാന അപ്ഡേറ്റുകളാണ്. തിരുമുക്കിലെ അടിപ്പാതയുടെ മുകൾ ഭാഗത്തൂടെ ഇപ്പോൾ വാഹനം കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൊട്ടിയത്തെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനവും അവസാന ഘട്ടത്തിലാണ്. ഉടൻ തന്നെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങും. വീഡിയോ ആരംഭിക്കുന്നത് ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിൽ നിന്നാണ്. കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫ്ലൈ ഓവറിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ കഴിഞ്ഞിരുന്നു. തെക്ക് സൈഡിലെ അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണം മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഇവിടെ പല ഭാഗങ്ങളിലും ആറിവാൾ പാനലുകളൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി പരാതി ഉണ്ടായിരുന്നു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണയും നടന്നു വരികയായിരുന്നു. ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിലും വടക്ക് സൈഡിലും മണ്ണ് നീക്കം ചെയ്യുന്ന വർക്കുകൾ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു എക്സ്കവേറ്റർ അവിടെ നിന്ന് കുറച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതായി കാണാം. അവിടുത്തെ ആറിവാൽ പാനലിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ എന്നൊരു സംശയമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഫ്ലൈ ഓവറിൻ്റെ വടക്ക് സൈഡിലും കുറച്ച് ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ആ മണ്ണ് നീക്കം ചെയ്ത ഭാഗത്ത് ഇനി വിള്ളൽ വീണതാണോ അതോ ആറിവാൾ പാനലുകളൊക്കെ പുറത്തേക്ക് തള്ളിയത് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനാണോ എന്നുള്ളത് കറക്റ്റായി അറിയില്ല. ഇവിടെയും വർക്ക് അവസാന ഘട്ടത്തിൽ തന്നെയാണ്. ഇനി തിരിച്ച് സർവീസ് റോഡ് വഴി ഫ്ലൈ ഓവറിൻ്റെ വടക്ക് സൈഡിലെ കാഴ്ചകളൊന്ന് പോയി കാണാം. ഇവിടെ സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ് ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പോൾ പാരിപ്പള്ളി ഭാഗത്തൊക്കെ സർവീസ് റോഡുകളുടെ, അതായത് ഫ്ലൈ ഓവറിനോട് ചേർന്ന് വരുന്ന സർവീസ് റോഡുകളുടെയൊക്കെ സെക്കൻഡ് ലെയർ ടാറിങ് കഴിഞ്ഞ് കിടക്കുകയാണ്. രണ്ട് ഓപ്പണിംഗ് ഉള്ള ഫ്ലൈ ഓവറാണ് ചാത്തന്നൂർ ജംഗ്ഷനിൽ വരുന്നത്. അകത്തെ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ടാറിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ലെയർ ടാറിങ് കൂടി ചെയ്യേണ്ടതുണ്ട്. ഇനി നേരെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തേക്ക് പോകാം. ചാത്തന്നൂർ ജംഗ്ഷനിൽ ഇനി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കേണ്ടതുണ്ട്. കൂടാതെ ഡ്രെയിനേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള നടപ്പാതയുടെ നിർമ്മാണവും നടക്കാൻ ബാക്കിയുണ്ട്. ഡ്രെയിനേജ് കഴിഞ്ഞ് താഴ്ന്ന പ്രദേശത്ത് റീറ്റൈനിങ് വാളുകൾ നിർമ്മിച്ച് ഉയർത്തിയതിന് ശേഷമായിരിക്കും അവിടെ ഫുട്പാത്തുകൾ നിർമ്മിക്കുക. ചാത്തന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു എൻട്രി പോയിൻ്റാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ കൊട്ടിയത്തേക്ക് പോകാനുള്ള ഡയറക്ഷൻ ബോർഡുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവഴി നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ കുറച്ച് ദൂരം വരെ മെയിൻ റോഡിൻ്റെ ലൈൻ മാർക്കിങ്ങുകളും ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്ങും ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗത്തെ കാഴ്ചയാണ്. ഇവിടെ അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്രോച്ച് റോഡുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചെറിയ കോൺക്രീറ്റ് വർക്ക് കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ മെയിൻ റോഡിൻ്റെ ഇടത് സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗത്ത് GSP ഇട്ട് നിരത്തിയിരുന്നതാണ്. അവിടെ നിന്നൊക്കെ ഇപ്പോൾ മണ്ണും GSP ഒക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗമാണ് നേരത്തെ പറഞ്ഞത്, പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ ആറിവാൾ പാനലുകളൊക്കെ തള്ളിയിരുന്ന ഭാഗം. ഇപ്പോൾ കോരി മാറ്റിയ ഭാഗത്ത് ടാറിങ് വർക്കുകളൊന്നും നടന്ന സ്ഥലമല്ല, GSP മാത്രമേ നിരത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ
ക്രാക്ക് വീണതാണോ എന്ന് പറയാൻ കഴിയുകയില്ല. ചിലപ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ റിവാൽ പാനലുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും മണ്ണ് നീക്കം ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞ് തിരുമുക്ക അടിപ്പാതയുടെ അടുത്തേക്ക് പോകാം. ഈ മഞ്ഞയും കറുത്ത പെയിൻറ്റും അടിച്ചിരിക്കുന്ന ഭാഗത്തു കൂടിയാണ് എൻട്രി പോയിൻ്റ് വരുന്നത്. ഇതുവഴിയാണ് നേരത്തെ നമ്മൾ കയറി വന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. അത് തിരിച്ച് വരുമ്പോൾ കാണിക്കാം. തിരുമുക്കിൽ പുതുതായി 2 അടിപ്പാതകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തെ അടിപ്പാതയോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ അടിപ്പാതയും വരുന്നത്. രണ്ടിൻ്റെയും നിർമ്മാണം കഴിഞ്ഞു. മുകൾ ഭാഗത്ത് ഇപ്പോൾ ഒരു സൈഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ ടാറിംഗ് വർക്ക് ബാക്കിയുണ്ട്. രണ്ടടിപ്പാത വരുന്ന ഭാഗത്തും അതിൻ്റെ മധ്യഭാഗങ്ങളിലും 2 സൈഡിലും ടാറിംഗ് വർക്ക് ചെയ്തിട്ടില്ല. ഇനി അവിടെ ചെയ്യാനുണ്ട്. അതിനു മുന്നേ വാഹനങ്ങളൊക്കെ കടത്തിവിട്ട് തുടങ്ങി. ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളും ഇനി ബാക്കിയായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ ഇത്തിക്കര ഭാഗത്തേക്കാണ് പോകുന്നത്. ഇത്തിക്കരയിൽ പുതുതായി 2 പാലങ്ങളാണ് നിർമ്മിക്കുന്നത്. പാലങ്ങളുടെ നിർമ്മാണം വളരെ മുന്നേ തന്നെ കഴിഞ്ഞതാണ്. ഇവിടെ ശിവാലയ കമ്പനിയുടെ ഒരു പ്ലാന്റ് വർക്ക് ചെയ്തതിനാലാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ കൂടുതലായി നടക്കാതിരുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന കുന്നിൻ്റെ മുകളിലൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത്. ആ ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് നിരത്തി സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ കടത്തിവിട്ടതായി കാണുന്നില്ല. നല്ല ഉയരത്തിലാണ് ഇവിടെ റീടൈനിങ് വാളുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായി ഡ്രെയിനേജിന് വേണ്ടിയുള്ള വർക്കുകളാണ് പുരോഗമിക്കുന്നത്. ഉടൻ തന്നെ ഈ ഭാഗവും ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കുമായിരിക്കും. ഇവിടെ ഇടത് സൈഡിലെ സർവീസ് റോഡ് അല്പം കൂടി താഴ്ന്നാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ പഴയ ഇത്തിക്കര പാലം വഴിയാണ് വാഹനങ്ങളെല്ലാം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. പാലത്തിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തെക്ക് സൈഡിൽ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. പാലത്തിൻ്റെ പൂർണ്ണമായ അപ്ഡേറ്റ് ഇതിനു മുന്നേയുള്ള പല വീഡിയോകളും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പാലത്തിലേക്ക് പോയി വീഡിയോ ആഡ് ചെയ്തിരുന്നത്. പാലത്തിനോട് ചേർന്നുള്ള വടക്ക് ഭാഗത്തെ മെയിൻ റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇത്തിക്കര പാലം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. ഇത് അവസാനമായി അപ്രൂവൽ ലഭിച്ച അടിപ്പാതയാണ്. വളരെ ചെറിയൊരു അടിപ്പാതയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. കണ്ടിട്ട് 3-4 മീറ്റർ വീതിയേ വരികയുള്ളൂ. ഉയരവും 2-3 മീറ്ററേ വരുവുള്ളൂ. അത് കറക്റ്റായിട്ട് അറിയില്ല. കണ്ടിട്ട് വളരെ ചെറിയൊരു അടിപ്പാതയാണ്. ചെറിയ വാഹനങ്ങളൊക്കെ കടന്നു പോകാം. പിന്നെ കാൽനട യാത്രക്കാർക്കും ഉപയോഗിക്കാം. അടിപ്പാതയുടെ പകുതി ഭാഗത്തെ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി മറു സൈഡിൽ വർക്ക് കൂടി ചെയ്യാനുണ്ട്.
ഇനി നേരെ മൈലക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത്. മൈലക്കാട് നടന്ന അപകടത്തിന് ശേഷം അവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് പൂർണ്ണമായും പൊളിച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇത് മൈലക്കാട് അടിപ്പാതയുടെ തെക്ക് ഭാഗമാണ്. ഇവിടെ രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയൊക്കെ വർക്ക് നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. മെയിൻ റോഡിൽ ലൈൻ മാർക്കിങ്ങുകളും ചെയ്തിരിക്കുന്നതായി കാണാം. ഇത് മൈലക്കാട് അടിപ്പാതയാണ്. ഈ ഒരു അടിപ്പാതയുടെ വടക്ക് സൈഡിലുള്ള അപ്രോച്ച് റോഡാണ് പൂർണ്ണമായും ഇടിഞ്ഞു പോയത്. ഇപ്പോൾ അവിടെയുള്ള ആറിവാൾ പാനലുകളും മണ്ണും എല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി പുതുതായി പിയറിൽ അടിപ്പാതകൾ നിർമ്മിക്കണം. സോയിൽ ടെസ്റ്റിംഗ് കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. 250 മീറ്ററോളം നീളമുള്ള പാലങ്ങളായിരിക്കും പുതുതായി നിർമ്മിക്കുക. ഇതിനു വേണ്ടിയുള്ള പൈലിംഗ് പ്രവൃത്തികളൊന്നും തുടങ്ങിയിട്ടില്ല. ഈ മണ്ണ് നീക്കം ചെയ്ത ഭാഗം വരെ ആയിരിക്കാം ഇനി പുതുതായി പാലം നിർമ്മിക്കുക. ഇനി ഏകദേശം 1 വർഷമെങ്കിലും എടുക്കും ഈ ഒരു ഭാഗത്തെ വർക്ക് പൂർത്തിയാകണമെങ്കിൽ. ഇനി നേരെ കൊട്ടിയം ഭാഗത്തേക്കാണ് പോകുന്നത്. കൊട്ടിയത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. മുകളിലൂടെ ഉടൻ തന്നെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങും. വലത് സൈഡിലായി ക്രാഷ് ബാരിയറുകളൊക്കെ പൊളിച്ച് മാറ്റിയിരിക്കുന്നതായി കാണാം. അത് ടെമ്പററിയായി ഇനി വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയാണ് അത് മാറ്റിയിരിക്കുന്നത്. കൊട്ടിയം ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടി വരുന്ന വാഹനങ്ങൾ ഈ ഒരു ഭാഗം വഴി സർവീസ് റോഡിലേക്ക് പ്രവേശിച്ച് പോകാൻ കഴിയും. ഇപ്പോൾ ഫ്ലൈ ഓവറിലേക്കുള്ള തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ലൈൻ മാർക്കിങ്ങുകളൊക്കെ ചെയ്തിട്ടിരിക്കുന്നതായി കാണാം. ഇനിയും വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തൊക്കെ പെയിൻറ്റിങ് വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് കൊട്ടിയം ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗമാണ്. ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞതായി കാണാം. ഇവിടെയും റോഡ് വളരെ വലിയ ഉയരത്തിലാണ് കടന്നു പോകുന്നത്. വലിയ ബിൽഡിങ്ങുകൾ മാത്രമാണ് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുക. ഇനി നേരെ ഉമയനല്ലൂർ ഭാഗത്തേക്ക് പോകാം. ഇവിടെയും റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ലൈൻ മാർക്കിങ്ങുകൾ ചെയ്തിട്ടില്ല. ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട്.
കൊട്ടിയം കഴിഞ്ഞ് ഉമയനല്ലൂർ എത്തുന്നതിന് മുന്നേ ഓരോ എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും ഉണ്ട്. ഈ യെല്ലോ ലൈൻ ഇട്ടിരിക്കുന്ന ഭാഗത്തായിരിക്കും എൻട്രി എക്സിറ്റ് പോയിൻറ്റുകൾ വരുന്നത്. വർക്കിൻ്റെ അടുത്ത ഘട്ടം എത്തുമ്പോൾ മൊത്തത്തിലുള്ള എൻട്രി പോയിൻറ്റുകളും എക്സിറ്റ് പോയിൻറ്റുകളും ചേർത്തൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഉമയനല്ലൂർ അടിപ്പാതയുടെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടുത്തെ വർക്കുകളൊക്കെ വളരെ മുന്നേ കംപ്ലീറ്റ് ആക്കിയതാണ്, പല വീഡിയോകളിലും കാണിച്ചിട്ടുള്ളതാണ്. ഇനി നേരെ മേവറം ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ മേവറം എത്തുന്നതിന് മുന്നേയും ഓരോ എക്സിറ്റ് എൻട്രി പോയിൻറ്റുകളുണ്ട്. ഇവിടെയും നിർമ്മാണ പ്രവൃത്തികളൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ്. ഏകദേശം 350 മീറ്ററോളം വരുന്ന പുതിയ വയോഡക്റ്റാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ പൈലിംഗ് പ്രവൃത്തികളൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെയും നിർമ്മാണ പ്രവൃത്തികൾ കഴിയുമ്പോൾ 1 വർഷമെങ്കിലും എടുക്കും. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഭാഗത്തൊക്കെ ആറിവാൾ പാനലിലെ വർക്കുകൾ പുരോഗമിച്ചതാണ്. ഇപ്പോൾ അവിടെ നിന്നും ആറിവാൾ പാനലുകളൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. പൂർണ്ണമായും മാറ്റിയതിന് ശേഷമായിരിക്കും പ്രവൃത്തികൾ ആരംഭിക്കുക. ഇത് മേവറത്ത് നിന്നും കൊട്ടിയത്തോട്ട് വരുമ്പോഴുള്ള എൻട്രി പോയിൻ്റാണ്. ഈ ഒരു എൻട്രി പോയിൻ്റ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഒരു എക്സിറ്റ് പോയിൻ്റ് വരുന്നത്, ഉമയനല്ലൂരേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള എക്സിറ്റ് പോയിൻ്റ്. ഈ ഒരു എൻട്രി പോയിൻ്റ് എക്സിറ്റ് പോയിൻ്റ് അടുത്തടുത്ത് വരുമ്പോൾ അപകട സാധ്യതയില്ലേ എന്നാണ് ഒരു സംശയം. ഇനി ഇവിടെ നിന്ന് നേരെ കൊട്ടിയം ഭാഗത്തേക്ക് പോകാം. സർവീസ് റോഡിൻ്റെ കാഴ്ചകളും കൂടി ഒന്ന് കാണാം. ഇത് കൊട്ടിയം ഭാഗത്തേക്കുള്ള എക്സിറ്റ് പോയിൻ്റാണ്. നമ്മൾ മേവറത്ത് നിന്ന് വരുമ്പോൾ രണ്ടാമതുള്ള എക്സിറ്റ് പോയിൻ്റ്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലെയർ ടാറിങ് കൂടി നടക്കേണ്ടതുണ്ട്. ആറിവാൾ പാനലുകളിലൊക്കെ ചെറിയ രീതിയിൽ പൊട്ടലുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ സിമൻറ്റ് തേച്ച് ഫിക്സ് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട്. ഇത് കൊട്ടിയം ഫ്ലൈ ഓവറിൻ്റെ ഭാഗമാണ്. അടിപ്പാതയുടെ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഓപ്പണിങ്ങുകളും തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇനി സെക്കൻഡ് ലെയർ ടാറിങ് ചെയ്യാൻ ബാക്കിയുണ്ട്.
ഇവിടെ സിതാര ജംഗ്ഷനിൽ വരുന്ന ഒരു എൻട്രി പോയിൻ്റാണ്. ഈ ഒരു ഭാഗത്തെ ക്രാഷ് ബാരിയറുകളാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. കൊട്ടിയത്തെ ഫ്ലൈ ഓവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു ഓപ്പൺ ചെയ്ത ഭാഗം വഴിയാണ് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കേണ്ടത്. മൈലക്കാട് ഇടിഞ്ഞുപോയ ഭാഗമാണ്. ഇവിടെ പൊട്ടിപ്പോയ കൾവട്ട് ഇപ്പോൾ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ സുഗമമായി ഒഴുകുകയാണ്. ഇപ്പോൾ ഇവിടെ ഇടത് സൈഡിലായി മെറ്റൽ കൊണ്ടിട്ട് നിരത്തിയിരിക്കുന്നതായി കാണാം. ഇത്തിക്കരയിലെ അടിപ്പാതയുടെ രണ്ടാമത്തെ ഭാഗം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കുറച്ചുകൂടി മാറ്റി മെറ്റൽ നിരത്തിയിരിക്കുന്നത്. അപ്പോൾ വാഹനങ്ങൾ അതുവഴി കടത്തിവിടാൻ കഴിയും. ഈ ഒരു സർവീസ് റോഡിൻ്റെ മുകളിലൂടെ ഒന്ന് പോകാം. കഴിഞ്ഞ വീഡിയോയിലും ഇതിൻ്റെ മുകൾഭാഗത്തെ കാഴ്ചകൾ കാണിച്ചിരുന്നു. ഇനി നേരെ പോകുന്നത് തിരുമുക്കിലെ അടിപ്പാതയുടെ അടുത്തേക്കാണ്. ഇപ്പോൾ തിരുവനന്തപുരം ഡയറക്ഷനിലേക്കുള്ള വാഹനങ്ങളാണ് അടിപ്പാതയുടെ മുകളിലൂടെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നിർമ്മിച്ച അടിപ്പാതയുടെ ഉൾഭാഗത്ത് ഇപ്പോൾ വർക്കുകളൊന്നും പുരോഗമിച്ചിട്ടില്ല. ഒരു അടിപ്പാതയിൽ കൂടി മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ ചാത്തന്നൂർ വരെ പോയി ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ഭാഗത്താണ് ഒരു എക്സിറ്റ് പോയിൻ്റ് വരുന്നത്. വീഡിയോയിൽ എക്സിറ്റ് എൻട്രി പോയിൻ്റുകൾ മാർക്ക് ചെയ്തേക്കാം. മറ്റ് ഭാഗങ്ങളിലെ അപ്ഡേറ്റുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.